ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുഞ്ഞു വീഡിയോസുമായിട്ട് വന്നേക്കുക കേട്ടോ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയപ്പോൾ കുഞ്ഞു വീഡിയോസ് എടുത്തുകൊണ്ട് അത് ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കും. ചെറിയ ചെറിയ കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞു വീഡിയോയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധിക സമയമില്ലാത്തത്, അതായത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റിയതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ചില ദിവസങ്ങളിൽ മാത്രം ഇച്ചിരി അധികം നേരമുള്ള കുക്കിംഗ് വീഡിയോസ് കാണും. ചില ദിവസങ്ങളിൽ ചില യാത്രകളുടെ കുഞ്ഞു വീഡിയോസൊക്കെ കാണും കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ദൂരമുള്ളത്. അപ്പോൾ അത്രയും ദൈർഘ്യമുള്ളതൊക്കെയാണ് ഇടുന്നുള്ളത്. അതിൽ കൂടുതലൊന്നും ഇടുന്നില്ല കേട്ടോ. അതിൽ കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ ഭയങ്കര മുഷിച്ചിലാവും. അധിക സമയം കണ്ടെന്നിരിക്കില്ല, സ്കിപ്പ് ചെയ്ത് പോകും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ കാണുക, വീഡിയോയിലേക്ക് പോവുക, അവസാനം ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ വൈൻഡപ്പും അതുപോലെ ഇൻട്രോയും ഒക്കെ ഒരേ സമയത്ത് പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുകയാണേ. അപ്പോൾ നല്ല മഴക്കാറാണ്. ഞാൻ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, നല്ല മഴക്കാറ് കണ്ടോ. ഏത് നിമിഷവും മഴ പെയ്യും. ന്യൂനമർദ്ദത്തിൻ്റെ ആ ബാലൻസ് ഒന്നും ഇതുവരെ പോയി തീർന്നിട്ടില്ല കേട്ടോ. ശകലം ഇടിയൊക്കെ കുടുങ്ങിയായിരുന്നു, ചെറിയ തോതിലുള്ള. എങ്ങനെയാണെന്ന് അറിയത്തില്ല, മഴയുടെ കാഠിന്യം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. അതിനു മുമ്പ് ഞാനൊരിടം വരെ പോയിട്ട് വരട്ടെ. ഓക്കേ, നമുക്ക് വീണ്ടും പിന്നീട് മറ്റൊരു വീഡിയോയിൽ കൂടി കാണുകയും ചെയ്യാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, 2 കറിവേപ്പില ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അത് ഇതിനകത്തിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കണം, തേച്ച് പിടിപ്പിച്ച്. ക്രഷ് ചെയ്തെടുത്തത് അത് വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് ശരിക്കറിയാതെ. അപ്പം അത് നേരത്തെ തന്നെ മഞ്ഞളും ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചേക്കുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഒന്നും കൂടെ കഴുകി വാരി നമ്മളെടുത്തു. എന്നിട്ട് വേണം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ സംഭവം ചേർത്ത് തിരുമ്മി വെക്കാനാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ എന്ന് പറഞ്ഞാൽ കിലോന്ന് വറുത്ത് കോരുന്ന ആ ഒരവസ്ഥയിലേക്ക് ആക്കിയെടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പോൾ മറ്റ് ഒത്തിരി കൂട്ടുകളൊക്കെ ചേരുന്നുണ്ടല്ലോ. ഇതങ്ങനെ കണ്ടമാനം കൂട്ടൊന്നുമില്ലാതെ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുന്നത് പക്കാവട പോലെ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാനാണ്. ബാക്കി നമുക്ക് വറുത്ത് കറിയാക്കി എടുക്കാം. കറി വയ്ക്കാനുള്ളത് ചിക്കൻ ഗ്രേവിയാക്കി കറിയാക്കാനുള്ളതാണ്. അത് അരപ്പ് തിരുമ്മി വെച്ചു. ഇതും വറക്കാനുള്ളത്. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്ത് ആദ്യമേ തിരുമ്മി വെച്ചു. പിന്നെ ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് തിരുമ്മി വെച്ചതാണ്. ഇത് ഒരല്പം വറക്കാൻ നേരത്തെ ഒരല്പം കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് വേണം വറക്കാനായിട്ട്. അപ്പം നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. ഇത് നമുക്ക് കറി വയ്ക്കാൻ. അപ്പോൾ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്: ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഇനി പച്ചമുളക്, കറിവേപ്പില, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഇനി ഒരു മണിക്കൂറോളം ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ തിരിഞ്ഞു വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ബാലൻസ് വരുന്ന എണ്ണയിൽ ബാക്കിയുള്ള ചിക്കനെ നമ്മൾ വറുത്ത് പോരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവോളയെല്ലാം കൂടി ഇട്ട് വഴറ്റി ഗ്രേവിയാക്കി ചാറ് കറി വെക്കുന്നത്. അത് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് കരിയാപ്പിലൊക്കെ ഇട്ട് വറുത്ത് കോരിയെടുക്കണം. കണ്ടോ, അപ്പം നമ്മൾ ആ ചിക്കൻ വേണ്ടിയിട്ടുള്ളതാണ്.
ഇത് വഴറ്റുന്നത് ഇതൊക്കെ വഴറ്റി നമുക്ക് അരപ്പും പൊടികളൊക്കെ ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് അത് നമുക്ക് കറിയാക്കാനായിട്ട് വെച്ചതാണല്ലോ. ഇതിപ്പം കണ്ടോ, ഇത് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുക. വറുത്ത് കോരി പാത്രത്തിൽ വെച്ചു. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതും കോരി വെക്കണം. അതും കൂടെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അവിടെ ഇരിക്കുന്ന ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വറക്കണ്ട, പകുതി വേവിന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് സവോളയും അരപ്പൊക്കെ ചേർത്ത് ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ പോകാതെ ഇരുന്നതും അപ്പം തന്നെ ഇതിനകത്ത് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ എണ്ണ ഇതിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി വേണ്ട കുറച്ചേ ഉള്ളൂ. മൂന്നാമത്തെ പ്രാവശ്യം കുറേശ്ശെ വറുത്തിട്ടാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ചായിട്ട് വറുത്തെടുത്തു. അപ്പം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ അരപ്പ്, കുരുമുളക് പൊടി, എല്ലാ മസാലകളും, കറിവേപ്പില തൊട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നൊരു 2 മിനിറ്റ് തിളച്ചാൽ മതി ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച്, അതായത് വെട്ടി തിളച്ച വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒഴിച്ച വഴി അത് തിളയ്ക്കാൻ തുടങ്ങാൻ കാരണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ്. ഇനി ഇത് വെന്ത് കുറുകണം. 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ വേകണ്ട. കാരണം എണ്ണ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വഴറ്റി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് വേവിച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കൊടുക്കട്ടെ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു കാഴ്ച കാണിക്കാം കേട്ടോ. നല്ലൊരു കാഴ്ച. അതായത് നമ്മുടെ ഇടുക്കിയിൽ കൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മുകളിൽ കയറി വന്നിട്ട് ഡാമിലെ വെള്ളമൊക്കെ കാണുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി നമുക്കതേ കുറച്ച് ദൂരം വരെ ഒന്ന് നടന്നു പോകാവേ. അപ്പം കാണിച്ചു തരാം. ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. ഇത് അതിലേ ഒരു റോഡുണ്ട്. ഇന്ന് മൂടലും കാര്യങ്ങളൊക്കെ ആയിട്ടും അത്യാവശ്യം തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചു നല്ല മൂടലല്ലേ, അപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരിക്കും, ടൂറിസ്റ്റുകളൊക്കെ കുറവായിരിക്കും എന്ന് പുറത്താണ് ഇരുന്നത്. അപ്പം ഞങ്ങൾ 2-3 പേര് കൂടി കൂട്ടുകൂടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ ആൾക്കാർ, അതുപോലെ വണ്ടികളും റിസോർട്ടുകളും ഉണ്ടോ. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള റിസോർട്ട്, കൊച്ചു കൊച്ചു കോഫി ഷോപ്പുകൾ കണ്ടോ. അവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇത് ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളെന്ന് പറയാൻ പറ്റിയല്ല, ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. നാച്ചുറലായിട്ടുള്ള ഇതുണ്ട്, ഇല്ലി കൊണ്ടുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുപ്പിയൊന്നും ഇവിടെ എന്ന് പറഞ്ഞിട്ടതേ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ടേക്കുന്നു. കുപ്പി പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങും ഇട്ടേക്കരെന്ന് പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും കിടക്കുന്നു പ്ലാസ്റ്റിക് കുപ്പി. അപ്പോൾ നമുക്കിവിടുന്ന് അങ്ങോട്ട് കയറിപ്പോകാം കേട്ടോ. മൂന്ന് വശത്തേക്ക് കയറിപ്പോയി കുറച്ച് ദൂരമൊക്കെ കാണാൻ പോകാം. ഉപ്പും മുളകൊന്നും ഇല്ലാത്തൊരു കറി. ഒരു പ്ലേറ്റോടെ വേണ്ടതായിരുന്നു.